Hi friends, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് സയൻസ് ആനുവൽ എക്സാം 2023-24 ആൻസർ കീ ആണ്. അപ്പോൾ നമുക്കറിയാം കൂൾ ഓഫ് ടൈം 50 മിനിറ്റ്സ് ആണ്. അതേപോലെ തന്നെ 8 ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ നിങ്ങൾ 6 എണ്ണം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1. The following are planting materials collected by students in a class for preparing school vegetable garden. അപ്പോൾ വെജിറ്റബിൾ ഗാർഡൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ ശേഖരിച്ച വസ്തുക്കളാണ് ഇത്. ഒന്ന് പി, സ്വീറ്റ് പൊട്ടറ്റോ, സ്നേക്ക് ഗാർഡ്, ഹാഷ് ഗാർഡ്, പംകിൻ, ഐവി ഗാർഡ്, ബിറ്റർ ഗാർഡ്, ക്യുക്കംബർ. Classify these plants on the basis of their growth. Write a suitable title for group. അപ്പോൾ ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായിട്ട് എഴുതാം? നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ക്രീപ്പേഴ്സും രണ്ടാമത്തേത് ക്ലൈംബേഴ്സും. ക്രീപ്പേഴ്സിൽ എന്തൊക്കെയാ വരുന്നത്? ഇവിടെ സ്വീറ്റ് പൊട്ടറ്റോ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെല്ലാം എഴുതാം? പംകിൻ, ആഷ് ഗോഡ്, ക്യുക്കംബർ. അതേപോലെ ഇവിടെ നമുക്ക് ഹെഡിങ് എന്ത് കൊടുക്കാം? ക്ലൈംബേഴ്സ് എന്ന് കൊടുക്കാം. പി, ബിറ്റർ ഗോഡ്, സ്നേക്ക് ഗോഡ്, ഐവി ഗോഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബി ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. Nematophores are seen in screw pine. Leaf tip of Glorisolia is modified into tendrils. Clinging roots are seen pepper. Stilt roots supports the branches of banyan tree. ഇതിൽ ഏതാണ് കറക്റ്റ്? ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 2ഉം 3ഉം ആണ്. ഇനി അടുത്ത നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. Observe the different arrangements done by a child for the germination of seeds. In which arrangement is seed sprouting possible? Why? അപ്പോൾ വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരീക്ഷണത്തിന് വേണ്ടി ഒരു കുട്ടി 4 ഗ്ലാസുകളിൽ കുറച്ച് സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏത് ഗ്ലാസ്സിലുള്ളതാണ് നമുക്ക് വിത്ത് മുളച്ച് വരിക എന്നാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇത് കോട്ടൺ വിത്തൗട്ട് എനി ട്രേസ് ഓഫ് വാട്ടർ, ജലാംശമില്ലാത്ത ഒരു കോട്ടണ്. ഇത് വെറ്റ് കോട്ടൺ, ഒരു നല്ല നനഞ്ഞ കോട്ടണ്. ഇത് സോയിൽ വിത്തൗട്ട് എനി ട്രേസ് ഓഫ് വാട്ടർ, തീരെ വെള്ളത്തിന്റെ അംശമൊന്നും ഇല്ലാത്ത ഒരു സോയിലാണ്. ഇത് വെറ്റ് സോയിൽ, നന്ന മണ്ണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം വെറ്റ് ക്ലോത്തും അതേപോലെ വെറ്റ് സോയിലുമാണ് എന്ത് വളരുക? ആ വിത്ത് മുളയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ ആണ്. ഈ സൺലൈറ്റ് നെസസറി ബൈ ദ ജെർമിനേഷൻ ഓഫ് സീഡ്. ഡിസൈൻ എൻ എക്സ്പെരിമെന്റ് ടു ഫൈൻഡ് ഔട്ട് ദിസ്. സൺലൈറ്റ് ആവശ്യമാണോ എന്ന്, ഒരു വിത്ത് മുളയ്ക്കുന്നതിന് സൺലൈറ്റ് ആവശ്യമാണോ നിങ്ങൾ എക്സ്പെരിമെന്റ് എഴുതാനാണ്. സി ക്വസ്റ്റ്യൻ. ചൂസ് ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഡ്യൂറിംഗ് ജെർമിനേഷൻ പ്ലൂമുൾ കംസ് ഔട്ട് ഫസ്റ്റ്. ഡ്യൂറിംഗ് ജെർമിനേഷൻ റാഡിക്കൽ കംസ് ഔട്ട് ഫസ്റ്റ്. തേർഡ് വൺ, റാഡിക്കൽ ഡെവലപ്സ് ഇൻടു സ്റ്റെം. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ സി ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്താണ്? 2 ആണല്ലേ. ഓക്കെ, അപ്പോൾ 2 ആണ് കറക്റ്റ് ആൻസർ. ഡ്യൂറിംഗ് ജെർമിനേഷൻ റാഡിക്കൽ കംസ് ഔട്ട് ഫസ്റ്റ്. അപ്പോൾ 2 ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് സൺലൈറ്റ് നെസസറി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു എക്സ്പെരിമെന്റ് എഴുതണം. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഏതാണ് എക്സ്പെരിമെന്റ്? പുട്ട് സം സോയിൽ ഇൻ എ ഡിസ്പോസിബിൾ ഗ്ലാസ് ഹാവിംഗ് ഹോൾസ് അറ്റ് ഇറ്റ്സ് ബേസ്. After putting some pea seeds for some water, place the glass in a cardboard box and cover it in such a way that sunlight never enters it. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സൺലൈറ്റ് നെസസറി അല്ല എന്ന് നമുക്ക് അറിയുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ചോദ്യം തന്നെയാണ്. അപ്പൊ ജെർമിനേഷൻ ഓഫ് സീഡ്സിന് എന്തൊക്കെ ആവശ്യമാണ്? എയർ, വാട്ടർ ആൻഡ് ഫേവറബിൾ ടെമ്പറേച്ചർ ഈസ് എസെൻഷ്യൽ ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. പക്ഷേ സൺലൈറ്റും അതേപോലെ സോയിലും എന്താണ്? ആഫ്റ്റർ സ്പ്രൗട്ടിങ്, അതായത് ജെർമിനേഷനൊക്കെ കഴിഞ്ഞ് വിത്ത് മുളയ്ക്കുന്ന സന്ദർഭത്തിൽ മതി എന്ത്? സൺലൈറ്റും സോയിലും. അപ്പോൾ വിത്ത് ജെർമിനേഷൻ ഓഫ് സീഡ്സിൽ ഈ എയർ, വാട്ടർ, ഫേവറബിൾ ടെമ്പറേച്ചർ മാത്രം മതി, സൺലൈറ്റ് വേണ്ട. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 3. ആക്ടിവിറ്റി 3 എന്താണ്? ചൂസ് ദ പിക്ചർ ഓഫ് ദ ടങ്ക്. ഒരു ടങ്കിന്റെ ഒരു പിക്ചറാണ് ഇവിടെ നമ്മൾ കണ്ടല്ലോ. ഓക്കെ, ഇവിടെ എ സ്വീറ്റ് തന്നിട്ടുണ്ട്, ഡി ബിറ്റർ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബിയും സിയും ആണ് എഴുതേണ്ടത്. അപ്പൊ ഈ സൈഡ് എന്താണ്? സാൾട്ട്, ഉപ്പ് രസമാണ്. ഇവിടെ SOUR, പുളി രസമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. റൈറ്റ് 3 പ്രീക്കോഷൻസ് ടു ബി ടേക്കൺ ടു പ്രൊട്ടക്ട് ദ ഇയർ. ചെവി സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രീക്കോഷൻസ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കാം. അപ്പൊ ടെക്സ്റ്റ് ബുക്കില് ഈ ഒരു
ഡു നോട്ട് പുട്ട് പോയിന്റഡ് ഒബ്ജക്റ്റ് ഇൻ ടു ദ ഇയർ. പോയിന്റഡ് ഒബ്ജക്റ്റ് ഒന്നും നമ്മൾ ചെവിയിലേക്ക് ഇടരുത്. ഡു നോട്ട് ലിസൺ ടു ലൗഡ് സൗണ്ട്സ് കണ്ടിന്യൂസ്ലി. ഉച്ചത്തിലുള്ള ശബ്ദങ്ങളൊന്നും നിരന്തരമായി കേൾക്കരുത്. ഡു നോട്ട് പോർ വാട്ടർ ഓർ അതർ ലിക്വിഡ്സ് ഇൻ ടു ഇയർ. ചെവിയിലേക്ക് വെള്ളം അതേപോലെയുള്ള ലിക്വിഡ് രൂപത്തിലുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഒഴിക്കരുത്. ഡു നോട്ട് ലെറ്റ് ദ ഇയർ റിസീവ് എനി ബ്ലോ. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 4. Activity 4. Organic remains are decomposed by the activities of microorganism. What are the two other uses of microorganism? രണ്ടാമത്തെ ചോദ്യം, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ടോപ്പിക് ദ വേർഡ് വിത്തൌട്ട് മൈക്രോ ഓർഗാനിസം. മൂന്നാമത്തേത്, സി ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദോസ് ഗിവൺ ബിലോ. ജോണ്ടിസ്, ടൈഫോയിഡ് ആൻഡ് റാറ്റ് ഫീവർ ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ house fly. Chickenpox, measles and tuberculosis are transmitted through air. Phthisis, malaria and dengue fever are transmitted through contact. ഇതിൽ ഏതാണ് ശരി? അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. ചിക്കൻപോക്സ്, മീസിൽസ്, ട്യൂബർകുലോസിസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ എയർ. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഓർഗാനിക് റിമൈൻസ് ആർ ഡീകമ്പോസ്ഡ് ബൈ ദ ആക്ടിവിറ്റീസ് ഓഫ് മൈക്രോ ഓർഗാനിസം. റൈറ്റ് യൂസസ് ഓഫ് മൈക്രോ ഓർഗാനിസം. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്, നമുക്ക് നോക്കാം. ടേണിംഗ് മിൽക്ക് ഇൻ ടു കേർഡ്. ടേണിംഗ് മിൽക്ക് ഇൻ ടു കേർഡ്. ഫെർമെന്റേഷൻ ഓഫ് റൈസ് ബാറ്റർ. കൺവേർട്ടിംഗ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ടു സോൾട്സ് ഇൻ ദ സോയിൽ which are easily absorbed by plants. Decomposing fecal matters into soil. Used in the industries of milk products, vinegar, jute, tobacco, leather, etc. Utilized in the field of medicine. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൈക്രോ ഓർഗാനിസം കൊണ്ടുള്ള യൂസേജ്. അപ്പൊ രണ്ട് യൂസേജ് ചെയ്താൽ പിന്നെ നമുക്കൊരു ചോദ്യം തന്നിട്ടില്ല, പ്രിപ്പയർ നോട്ട് ഓൺ ദ ടോപ്പിക് ദ വേർഡ് വിത്തൌട്ട് മൈക്രോ ഓർഗാനിസം. അപ്പൊ മൈക്രോ ഓർഗാനിസം ഇത്രയും യൂസസ് ഉള്ള മൈക്രോ ഓർഗാനിസം ഇല്ലെങ്കിൽ നമ്മുടെ വേൾഡിന് നിലനിൽപ്പില്ല. ഇനി അടുത്ത ആക്ടിവിറ്റി 5 നോക്കാം. ലുക്ക് അറ്റ് ദ ഡയഗ്രാം related to the use of artificial satellite given below. Complete it. ഇത് ഒന്നെന്താണ്? മിലിറ്ററി ഡിഫൻസ് ആണ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് നമ്മുടെ പ്രീവിയസ് ഇയർ ഡിസ്കഷനിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞതാണ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ അതിലൊന്ന് മിലിറ്ററി ഡിഫൻസും രണ്ടാമത്തെ ഫിഷറി റിസോഴ്സസും ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ 3 ഫില്ല് ചെയ്യണം. അപ്പോൾ ഒന്ന് നമുക്ക് എന്ത് എഴുതാം? ക്ലൈമറ്റോളജി എന്ന് എഴുതാം. രണ്ടാമത്തേത് കമ്മ്യൂണിക്കേഷൻ എന്ന് എഴുതാം. അതേപോലെ സ്റ്റഡി ഓഫ് ഫോറസ്റ്റ്, ലാൻഡ്, വെറ്റ്ലാൻഡ്സ് എന്നൊക്കെ എഴുതാം. അപ്പൊ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന്റെ ഉപയോഗങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ ബി ചോദ്യമാണ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഓഫ് ആൻ ഇന്ത്യൻ സ്പേസ് ഏജൻസി. ഇന്ത്യൻ സ്പേസ് ഏജൻസി ഏതൊക്കെയാണ്? നാസ ആണോ, ISR ആണോ, CNC ആണ്, ESA ആണ്? അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? ISRO. ഇനി അടുത്തത്, നെയിം ദ ആസ്ട്രോനട്ട് ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹു സെക്യൂർഡ് 2 വേൾഡ് റെക്കോർഡ്സ് ഇൻ സ്പേസ് ട്രാവൽ. അപ്പൊ സ്പേസ് ട്രാവലിൽ 2 റെക്കോർഡ്സ് സ്വന്തമാക്കിയത് ആരാണ്? സുനിത വില്യംസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 6. ഒബ്സർവ് ദ ടേബിൾ ഗിവൺ ബിലോ. ഇവിടെ ഇൻസെക്ട്സ് തന്നിട്ടുണ്ട്. ഇവിടെ ആന്റ്, ഗ്രാസ് ഹോപ്പർ, ബട്ടർഫ്ലൈസ്, ബീറ്റിൽ, ഹൗസ് ഫ്ലൈ ഒക്കെ എന്താണ്? ഇൻസെക്ട്സിന്റെ ഗ്രൂപ്പിൽ പെടുന്നതാണ്. അതേപോലെ ക്രോക്കഡൈൽ, സ്നേക്ക്, ഹൗസ് ലിസാർഡ്, മബൂയ, കലോട്സ് ഇതൊക്കെ എന്തിന്റെ കൂട്ടത്തിൽ പെടുന്നതാണ്? റെപ്റ്റൈൽസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് റെപ്റ്റൈൽസ് എന്നാണ്. ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ ഗ്രൂപ്പ് ബി ആൻഡ് റൈറ്റ്സ് ഇറ്റ്സ് പെക്യുലാരിറ്റീസ്. അപ്പൊ റെപ്റ്റൈൽസ് എന്നെഴുതി റെപ്റ്റൈൽസിന്റെ പെക്യുലാരിറ്റീസ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? എന്താണ്? ദെയർ സ്കിൻ ഈസ് ഡ്രൈ ആൻഡ് സ്കെയിലി. എന്താണ്? ദെയർ സ്കിൻ ഈസ് ഡ്രൈ ആൻഡ് സ്കെയിലി എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ എഗ് ലേയിങ് ആനിമൽസ് ഫ്രം ദ ഗ്രൂപ്പ് ഓഫ് ഗിവൺ ബിലോ. ഇവിടെ ബാറ്റ്, ക്രോക്കഡിൽ, ഗപ്പി, റാറ്റ് എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? ക്രോക്കഡിലും ഗപ്പിയും നമുക്ക് എഴുതാം. എഗ് ലേയിങ് ആനിമൽസ് ഏതൊക്കെയാണ്? ക്രോക്കഡൈൽ ആൻഡ് ഗപ്പി. ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, നെയിം ദ യങ് വൺസ് ദാറ്റ് ആർ ഹാച്ച്ഡ് ഫ്രം എഗ്സ് ആൻഡ് ഡു നോട്ട് റിസംബിൾസ് ദെയർ പാരന്റ്സ്. അതെന്താണ്? ലാർവയാണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്ത ആക്ടിവിറ്റി 7 ആണ്. ഡു യു പ്രിസർവ് Do you observe dry day at your home and school? Some activities related to dry day are given below. First, find out the reason for each activities and complete the table. ഫസ്റ്റ് എന്താണ്? ഒബ്സർവ് ഡ്രൈ ഡേ വൺസ് ഇൻ വീക്ക്. ഓരോ വീക്കിലും ഒരു ദിവസം ഡ്രൈ ഡേ
അല്ലെ? അതെന്തുകൊണ്ടാണ്? ടു പ്രിവെന്റ് ദ ബ്രീഡിംഗ് ഓഫ് മോസ്കിറ്റോസ്. ഇനി അടുത്ത ഡ്രൈൻ ഔട്ട് സ്റ്റാഗ്നന്റ് വാട്ടർ ഫ്രം കോക്കനട്ട് ഷെൽസ് ആൻഡ് പോട്ട്സ്. ഇപ്പോൾ സ്റ്റാഗ്നന്റ് വാട്ടർ, അതായത് പോട്ട്സിലും അതേപോലെ ചിരട്ടയിലുള്ള വെള്ളങ്ങൾ, മലിനജലം ഒഴിവാക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എഗ്സ് ലെയ്ഡ് ഇൻ ദ സ്റ്റാഗ്നന്റ് വാട്ടർ ഡിസ്ട്രോയിഡ്. അപ്പോൾ അവിടെയൊക്കെയാണ് ഈ കൊതുകിന്റെ മുട്ട ഉണ്ടാകുക, അത് നമുക്ക് നശിപ്പിക്കാം. ഇനി അടുത്തത് എന്താണ്? പീപ്പിൾ ഒബ്സർവ് ഡ്രൈ ഡേ ടുഗദർ ഓൺ ദ സെയിം ഡേ. ദ എഗ്സ് ഓഫ് ദ മോസ്കിറ്റോസ് അറ്റ് ഡിഫറെന്റ് ലെവൽ വിൽ ബി ഡിസ്ട്രോയിഡ് ടുഗദർ. ഇനി അടുത്തത് റൈറ്റ് ദ അതർ വേസ് ബൈ വിച്ച് വി ക്യാൻ എസ്കേപ്പ് ഫ്രം മോസ്കിറ്റോ ബൈറ്റ്. കൊതുക് കടി ഏൽക്കാതെ നമുക്ക് മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യാം. ഫോഗിങ്, പുകയ്ക്കുക. ഓക്കെ, മോസ്കിറ്റോ ബാറ്റ്. ഏതൊക്കെയാണ്? മോസ്കിറ്റോ നെറ്റ്, ഫോഗിങ്, മോസ്കിറ്റോ ബാറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ഡിസീസ് ട്രാൻസ്മിറ്റഡ് ത്രൂ മോസ്കിറ്റോ ബൈറ്റ് ഫ്രം ബിലോ. ഇതിൽ കൊതുകടി മൂലം ഉണ്ടാകുന്ന രോഗം കൺജക്റ്റൈവ്സ്, ട്യൂബർക്കുലോസിസ്, ഡെങ്കി ഫീവർ, കോളറ. അപ്പൊ ഡെങ്കി ഫീവർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് വൺ, ആക്ടിവിറ്റി 8. വിച്ച് ഓർഗാനിസം ഈസ് നോൺ ആസ് ദ റെയിൻ ഫോറസ്റ്റ് ഓഫ് ദ സീ? റൈറ്റ് 2 യൂസസ് ഓഫ് ദിസ് ഓർഗാനിസം. പിന്നെ അടുത്തത് റൈറ്റ് എനി 2 ആക്ടിവിറ്റീസ് ഓഫ് മാൻ വിച്ച് ഡിസ്ട്രോയ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ഇതിന്റെ ആൻസർ എവിടെയാണ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. അപ്പൊ ആൻസർ നമുക്ക് നോക്കാം. ഇതാണ് ആൻസർ. കോറൽസ്. Corals described as a rainforest of the sea are living organisms that appear. അപ്പോൾ റെയിൻ ഫോറസ്റ്റ് ഓഫ് ദ സീ എന്ന് പറയുന്നത് ഏതാണ്? കോറൽസിനെയാണ്. പിന്നെ അതിനോടനുബന്ധിച്ച ചോദ്യം എന്താണ്? അതിന്റെ 2 യൂസേജ് ആണ്. അപ്പൊ കോറൽ ദാറ്റ് കൺട്രോൾ സീ ടർബുലൻസ്. എന്താണ്? കൺട്രോൾ സീ ടർബുലൻസ് ടു സം എക്സ്റ്റെന്റ് ആൻഡ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് മെഡിസിൻസ് ഫോർ വാരിയസ് ഡിസീസ്. അപ്പൊ ഈ 2 യൂസേജ് ചെയ്താൽ മതി. ടർബുലൻസ് ടു സം എക്സ്റ്റെൻസ്, കൺട്രോൾ സീ ടർബുലൻസ് ടു സം എക്സ്റ്റെൻസ്, യൂസ്ഡ് ഫോർ മേക്കിംഗ് മെഡിസിൻസ് ഫോർ വാരിയസ് ഡിസീസ്. പിന്നെ അതേപോലെ തന്നെ അതിന്റെ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് എനി 2 ആക്ടിവിറ്റീസ് ഓഫ് മാൻ വിച്ച് ഡിസ്ട്രോയ് ബയോഡൈവേഴ്സിറ്റി. അപ്പൊ മനുഷ്യന്റെ എന്തെങ്കിലും 2 ആക്ടിവിറ്റീസ് എഴുതാനുണ്ട്. അത് അതിന്റെ താഴെ തന്നെ ഉണ്ട്. എന്താണ്? ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, ലെവലിംഗ് ഓഫ് പാഡി ഫീൽഡ്സ് ആൻഡ് വാട്ടർ ബോഡീസ് വിത്ത് മഡ്, കാച്ചിങ് ഫിഷ് ബൈ മിക്സിംഗ് പോയിസൺ ഇൻ വാട്ടർ. ഏതെങ്കിലും 2 ആക്ടിവിറ്റി എഴുതിയാൽ മതി. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. 5ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ 2024 ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീ ഒക്കെ ഈ ചാനൽ, ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.